കൊച്ച വന്നു കിടന്ന് ബഹളം വെക്കല്ലേ. ഇന്ന് ഞാനല്ലേ സ്കൂളിൽ കൊണ്ടാക്കണേ, എന്തിനാ അളിയനെ വിളിച്ച് കരയുന്നത്? ചേച്ചി എന്നെ സ്കൂളിൽ കൊണ്ടുവിടുന്നേ, പക്ഷെ അളിയന്റെ അടുത്ത് ഞാൻ ഒരു കാര്യം ഏൽപ്പിച്ചിട്ടുണ്ട്. എന്തോന്ന് കാര്യം? അത് അളിയൻ മാത്രം അറിഞ്ഞാൽ മതി. എന്താ അളിയെ മാത്രം അറിയാം? ഈ കുറെ ആയല്ലേ ഉള്ളു, 2-3 ദിവസമായിട്ട് അളിയെ മാത്രം അറിഞ്ഞാൽ മതി. എന്റെ അടുത്ത് പറയണ്ട, മറ്റേയാണെന്ന് പറഞ്ഞു നടക്കണേ. സത്യം പറയട്ടെ, എന്തൊരു സംഭവം? നിങ്ങൾ അറിയേണ്ട കാര്യമല്ല പഠിപ്പിസ്റ്റുകള്. ആറു നിനക്കറിയാലോ, എന്തെങ്കിലും അലമ്പാണെങ്കിൽ ഞാനും ചേട്ടനും കയ്യോടെ തൂക്കും. പിന്നെ അപ്പ അയ്യോ തൂക്കും, അപ്പ അയ്യോ അമ്മയെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ പറഞ്ഞാൽ നമ്മൾ സോർട്ട് ചെയ്ത് തരാം. എന്താണ് കാര്യം? നമ്മൾ സോർട്ട് ചെയ്ത് കൊടുക്കാന്ന്, കാര്യങ്ങൾ സോൾവ് ചെയ്ത് കൊടുക്കാന്ന്. എന്താണ് കാര്യം? നിങ്ങളുടെ അടുത്തൊന്നും പറയത്തില്ല, സിദ്ധോളിയെ മാത്രം അറിഞ്ഞാ മതി. അളിയോ 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 ഇങ്ങോട്ട് വാ. എന്റെ അളിയ ഒന്ന് വാ. അളിയാ എന്തോ കൊച്ചി ഇങ്ങനെ വിളിച്ചു പോണേ? അളിയൻ വരാണ്ട് ഇവള് സ്കൂളിൽ പോവില്ലാന്ന്. ഞാൻ പറയണ്ടോ കൊച്ചെ പറ്റിയൊക്കെ സ്കൂളിൽ പോകാൻ നോക്കി. ഞാൻ സ്കൂളിലൊക്കെ പൊക്കോളാം. അളിയാ ഇങ്ങോട്ട് താ. എന്ത്? അളിയ മറന്നപ്പാ. എന്തോന്ന് മറന്നോന്ന്? ഞാൻ എഴുതാൻ പറഞ്ഞ സാധനം. ഓ ലത് പാറൂസ്, അത് മറന്നില്ലായിരുന്നോ? ഞാനത് എങ്ങനെ മറക്കാനാ? അത് വിദ്യാർത്ഥികളുടെ ജീവിത പ്രശ്നമല്ലേ. വിദ്യാർത്ഥികളുടെ ജീവിത പ്രശ്നോ? അതെന്ത് പ്രശ്നമാണ്? അത് നിങ്ങൾ അറിയേണ്ട കാര്യമല്ല. എവിടെ അളിയത്താ? പാറൂസ് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാ ഞാനത് മറക്കോടാ. പിന്നെ ഇത് പ്രിൻസിപ്പളുടെ തന്നെ കൊടുക്കണം, എങ്കിലും ഇത് മേലോട്ട് എത്തത്തുള്ളൂ. പ്രിൻസിപ്പാളിന്റെ മുകളിൽ അതാര്? അതൊക്കെ ഉണ്ട്. മക്കളെ പാറേ, എന്താ എന്നത് എഴുതിയേക്കുന്നത് നോക്കട്ടെ. നിങ്ങളത് അറിയേണ്ട കാര്യമില്ല. ഓ അത്രയും വലിയ കാര്യ? അത്രയും വലിയ കാര്യ. ചേച്ചി എന്നെ കൊണ്ടുവിടുന്നില്ലേ? നിനക്ക് എല്ലാ കാര്യത്തിനും അളിയാൻ പോരെ? അളിയനോട് കൊണ്ടുവിട്ടോളാം പറട്ടാ. പാറൂസേ വായിച്ചു നോക്കണില്ലേ? അളിയ മലയാളത്തിലല്ലേ എഴുതിയേക്കുന്നത്? അതെ. എങ്കിൽ പിന്നെ വായിച്ചു നോക്കേണ്ട കാര്യമില്ല. അളിയനെ എനിക്ക് നല്ല വിശ്വാസം. അല്ലാതെ വായിച്ചു നോക്കാൻ അറിയാത്തോണ്ടല്ലേ? അല്ല അളിയ സംഭവം എന്ത്? അതെ, ഞാൻ എന്റെ കുഞ്ഞളിയനായിട്ട് വേറൊരു ഡീലാകും. സീക്രട്ട് ചേച്ചി കൊണ്ടുവിട്. ഞാൻ പറഞ്ഞില്ല, ഞാനില്ല. അളിയൻ കൊണ്ടുവിട്ടോളാം വേണമെങ്കിൽ. എന്റെ പൊന്നോ ശിവ എന്നെ കൊണ്ടുവിട്ടോ. ചിരിക്കില്ല നീ കള്ളിപ്പാറു. ടാറ്റ. അളിയാ തല്ലിട്ടണോ അല്ലെ കേസ് വേണം? പരിപാടി എന്തു? പിന്നെ അത് നമ്മുടെ പാറൂസിന്റെ കുഞ്ഞു തലയിൽ തോന്നിയ ഒരു വലിയ ഐഡിയ. ഓടാ. കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. ഇങ്ങോട്ട് എളുപ്പം നടന്നു വാ. ഹലോ സമ്മാനമൊക്കെ കിട്ടിയിട്ട് മുഖത്തിനൊരു തെളിച്ചൊന്നുമില്ലല്ലോ, എന്തു പറ്റി? സമ്മാനം എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കല്ലേ. സിദ്ധോളേനവിടെ? സിദ്ധു വീട്ടിൽ കാണും. സിദ്ധോളേനെ എനിക്കൊന്ന് കാണണം. എന്താ എന്തു പറ്റി? ബാ. ഒന്നുമേ പുരിയല്ലമ്മ. എന്തിനാ ഇങ്ങനെ കിടന്ന് വിളിച്ചു പോകുന്നേ? ഒരു തവണ വിളിച്ചാ മതി, എല്ലാരും വന്നോളും. ദേ വന്നു. എനിക്കറിഞ്ഞൂടാ എന്തിനാണ് അങ്ങോട്ട് പോയപ്പോ ഭയങ്കര ഹാപ്പി ആയിട്ട് പോയതാണല്ലോ, ഇപ്പൊ എന്തൊരു ഉറഞ്ഞ തുള്ളണെന്ന്. കേസു അവൾക്ക് പ്രൈസ് എല്ലാം കിടച്ചിരിക്ക്. സ്കൂൾ തുറന്നില്ലുള്ളൂ, ഇവിടെ പ്രൈസ് ഒക്കെ കൊടുക്കുന്നുണ്ടാ? ഇത് മിക്കവാറും അവളെ എടുത്തോണ്ട് ഓടിയതായിരിക്കും അല്ലേ മക്കളെ? ആണോ മക്കളെ? എടുത്തോണ്ട് ഓടിയതൊന്നും അല്ല, പ്രിൻസിപ്പള് ക്ലാസ്സിലോട്ട് വന്ന് എനിക്ക് തന്നതാ. പാറൂസിന് സമ്മാനം കിട്ടിയാ? എന്തിനാ സമ്മാനം കിട്ടിയേ? ഓ ഒന്നും അറിയാത്ത പിഞ്ചു കുഞ്ഞ്.
എനിക്കല്ലേലും ഒന്നും അറിയത്തില്ല. എന്താ? കുട്ടികളുടെ പഠനത്തിന് വേണ്ടി നിർദ്ദേശം മുന്നോട്ട് വെച്ചേനി. നിർദ്ദേശം മുന്നോട്ട് വെച്ചെന്നാ പറ. നീ എന്തൊരു നിർദ്ദേശമാണ് മുന്നോട്ട് വെച്ചത്? സ്കൂൾ തന്നെ പൊളിക്കണമെന്നാ? അല്ല, അങ്ങനെയാണെങ്കിൽ ട്രോഫി കൊടുക്കൂലല്ലോ. എന്തിനാ മക്കളെ? അളിയൻ എന്തായാലും ഇങ്ങനെയൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. നിർദ്ദേശങ്ങളെല്ലാം പ്രിൻസിപ്പൾ അംഗീകരിച്ചിരുന്നോ? അംഗീകരിച്ചോണ്ടല്ലേ ഈ ട്രോഫി വന്നത്. അപ്പൊ അതാണല്ലേ 2 ദിവസമായിട്ട് ഇവിടെ പബ്ലിക് ആയിട്ട് സീക്രട്ട് മീറ്റിംഗ് നടക്കണത്. മക്കളെ, നീ എന്നാലും എന്ത് നിർദ്ദേശമാണ് മുന്നോട്ടേക്ക് വെച്ചത്? ഞാൻ പറയാം. പറയരുത്. പറയട്ടെന്ന്. വേണ്ടാന്ന്. ഇവരും കൂടെ ഒന്ന് അറിഞ്ഞിരിക്കട്ടെ. വേണ്ട. ഞാൻ പറയും. പിള്ളേർക്ക് ഹോംവർക്ക് കൊടുത്തുവിടാൻ പാടില്ല. രണ്ടാമത്തേത്, പിള്ളേർക്ക് ഓരോ പീരീഡ് കഴിയുമ്പോഴും 1/2 മണിക്കൂർ കളിക്കുവാനുള്ള സൗകര്യം. പിന്നെയും ഉണ്ട്, ഓരോ 1 മണിക്കൂർ കഴിയുമ്പോഴും പിള്ളേർക്ക് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം. പിന്നെ ശനി ഞായറും വർക്കിംഗ് ഡേ, ബാക്കിയുള്ള ദിവസം ഹോളിഡേ. അങ്ങനെ കുറച്ച് നിർദ്ദേശങ്ങൾ. അല്ലല്ലയാ, ഈ നിർദ്ദേശം കൊടുത്തിട്ടാണോ ട്രോഫി കൊടുത്തത്? ഈ നിർദ്ദേശങ്ങളിൽ ഞാൻ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിരുന്നു. ഞാൻ എന്റെ കമ്മിറ്റിക്കാരോട് എന്തു പറയും? പ്രിൻസിപ്പൾ അംഗീകരിച്ചെന്ന് പറഞ്ഞേക്കണം. അളിയൻ വരുത്തിയ മാറ്റം എന്തൊരു? പ്രിയപ്പെട്ട മന്ത്രിക്ക് ഞങ്ങൾ വിദ്യാർത്ഥികൾ നൽകുന്ന നിവേദനം. സ്കൂളിലെ വിദ്യാഭ്യാസം കുറച്ചുകൂടെ മെച്ചപ്പെടുത്തുവാൻ ഞാൻ ചില നിർദ്ദേശങ്ങൾ തരാം. സ്കൂളിൽ പഠിക്കാൻ എല്ലാവർക്കും ഒരേപോലെ കഴിവുണ്ടാകണമെന്നില്ല. പഠിത്തത്തിൽ പിന്നോട്ട് നിൽക്കുന്ന കുട്ടികൾക്ക് ടീച്ചർമാർ കൂടുതൽ ശ്രദ്ധ കൊടുക്കണം. ഓരോ ക്ലാസിന്റെ അവസാനവും അന്നെടുത്ത ഭാഗം ഒന്നുകൂടെ ഉറപ്പിക്കാൻ ടീച്ചർമാർ ഒരു 10 മിനിറ്റ് സ്പെൻഡ് ചെയ്യണം. കുട്ടികളുടെ ഉള്ളിലെ കഴിവ് എന്താണ് എന്ന് ടീച്ചർമാർ തിരിച്ചറിഞ്ഞ് അതിനെ പ്രോത്സാഹിപ്പിക്കണം. വീട്ടിലും കുട്ടികൾ പഠനകാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് ടീച്ചർമാർ പരിശോധിക്കണം. എല്ലാ വീട്ടുകാർക്കും എല്ലാം അറിയണമെന്നില്ല. അങ്ങനെ കുറച്ച് നിർദ്ദേശങ്ങൾ. എന്റെ പൊന്നു പാറൂസേ, കത്തിയ നിന്റെ കൈ തന്നു വിട്ടല്ലായിരുന്നോ? നിനക്ക് നിന്റെ കമ്മിറ്റിക്കാർക്ക് ഇത് വായിച്ചു നോക്കാമായിരുന്നല്ലോ. എന്താ വായിച്ചു നോക്കാഞ്ഞേ? അക്ഷരം അറിയാത്തോണ്ട്. എന്താ അക്ഷരം അറിയാത്തേ? പഠിക്കാത്തോണ്ട്. എന്തോ പഠിക്കാത്തേ? கரெக்டா ஸ்கூல்ல போகாம இருக்கறனால. எதனால கரெக்டா ஸ்கூல்ல போகாம இருக்கா? മടി.